മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി ടീച്ചറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മലയാളമാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലേ? മലയാളത്തിലെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ടീച്ചർ വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അറിഞ്ഞു പഠിക്കാം, പഠിച്ചു നേടാം അല്ലേ? അറിഞ്ഞു പഠിക്കാം, പഠിച്ചു നേടാം. കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലെ മക്കൾക്ക് എന്താണ് നമ്മുടെ സൈലത്തിൻ്റെ ഒരു മെറ്റീരിയൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കം ടീച്ചർ ഈ കോട്ടാണ് കേട്ടോ. അത് വലിയ സന്തോഷമാണ്. അപ്പോൾ എന്തായാലും അറിഞ്ഞു നമുക്ക് പഠിക്കാം, എന്നിട്ട് പഠിച്ച് നമുക്ക് നേടാം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പരീക്ഷയിലെ പഴഞ്ചൊല്ല്. ഈ കടങ്കഥയും പഴഞ്ചൊല്ലൊക്കെ എന്താണെന്ന് അറിയാം, ചോദ്യങ്ങളിൽ മിക്കവാറും കാണാവുന്ന ഒന്നാണ്. അപ്പോൾ ചില പരീക്ഷയിൽ നമ്മളോട് ചോദിക്കും ആ പഴഞ്ചൊല്ലുകൾ തന്നിട്ട് അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ പഴഞ്ചൊല്ലുകൾ അതിൻ്റെ അർത്ഥങ്ങൾ ഒന്ന് നോക്കിയാലോ? സെറ്റല്ലേ? ഇതാ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ തന്നെ ഇതാ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്, കോഴി ചത്താലും അല്ലേ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെ. നമ്മൾ ചിലപ്പം പറയും കോഴി ചത്താലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെ അല്ലേ? കുന്തം പോയാൽ കുടത്തിലും തപ്പണം. അപ്പം നമ്മൾ വിചാരിക്കും കുന്തം എന്ന് പറയുന്നത് എന്താണ്? കുടത്തിലൊന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ലല്ലോ, കുടത്തിലൊന്നും ഉണ്ടാവില്ല, മറ്റു പലയിടത്തും തപ്പും. പക്ഷെ കുന്തം പോയാൽ കുടത്തിലും തപ്പണം, അത്ര എല്ലായിടത്തും തപ്പണം എന്നുള്ളതാണ് അല്ലേ? മല പോലെ വന്നത് മഞ്ഞുപോലെ പോയി. ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരിക്കും. എന്തോ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നൊക്കെ വിചാരിച്ച് പോവാണ്, ഹോംവർക്കൊക്കെ ചെയ്തില്ല എന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വളരെ ചിരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. നിങ്ങളെ പേടിച്ചിരിക്കുകയാണ്, അയ്യോ ഇന്ന് ഹോംവർക്ക് ചെയ്തില്ലല്ലോ എന്താവുന്നു. അപ്പോൾ നിങ്ങളിന്ന് ഹോംവർക്ക് ചെയ്തിട്ടില്ല, അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്. ആ സമയത്ത് ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുകയാണ്, എല്ലാവരും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇന്നലെ ഞാൻ എന്തോ വർക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും അത് ചെയ്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് എഴുതാനൊന്നും പറ്റില്ല. അത്രമാത്രം പറഞ്ഞ് ടീച്ചർ മറ്റു കാര്യങ്ങളിലേക്ക് പോയപ്പോൾ നിങ്ങൾ വിചാരിച്ചു മല പോലെ വന്നത് മഞ്ഞുപോലെ പോയി, പേടിച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ അല്ലേ? എന്നാൽ ആ ഒരു ടെൻഷൻ എന്തായി? അതങ്ങ് ഉരുകിയില്ലാതായി. നാളേക്ക് എന്തായാലും ചെയ്ത് കൊണ്ട് വെക്കണം, ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പഠിക്കണം എന്നുള്ളത് അല്ലേ? ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് വരില്ലേ? യെസ്. ഇനി ഇതാ വേറെ ഒരു ചോദ്യമാണേ. അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമ്പുണ്ടാകുമോ? അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമ്പുണ്ടാകുമോ എന്നാണ് ചോദ്യം. അച്ഛൻ ആനപ്പുറത്ത് കയറും എങ്ങനെയാ മകന് തഴമ്പുണ്ടാവുക? നിങ്ങൾക്കറിയോ? അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ എങ്ങനെയാ മകന് തഴമ്പുണ്ടാവുക? അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമ്പുണ്ടാകുമോ? അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമ്പുണ്ടാകുമോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പാരമ്പര്യ മഹിമ മാത്രം പോരാ, കഴിവും വേണമെന്ന്. നമ്മൾ ചിലപ്പം പറയും എൻ്റെ മക്കളെ കുട്ടികളെ പേടിപ്പിക്കാനൊക്കെ കൂട്ടുകാരെയൊക്കെ പേടിപ്പിക്കാനൊക്കെ നമ്മൾ പറയും എന്നോട് അധികം കളിക്കണ്ട കേട്ടോ, അച്ഛൻ പോലീസിലാന്ന്. ഇപ്പോൾ ഉള്ള കുട്ടികളാണെന്ന് ചോദിക്കും എൻ്റെ അച്ഛൻ പോലീസിലായെന്ന്, എനിക്കെന്താ അല്ലേ? ഇപ്പം പോലീസുകാരൊന്നും എനിക്ക് പേടിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷേ പണ്ടൊക്കെ എന്താണ്, ഓളെ അച്ഛൻ പോലീസിലാട്ടോ, അധികം കളിക്കേണ്ട ഓളോട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വന്തം അല്ലേ, കുടുംബത്തിൽപ്പെട്ട മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ എന്താണ് എന്നുള്ളതാണ് പ്രധാനം എന്നാണ്. അതായത് പാരമ്പര്യ മഹിമ, നമ്മുടെ കുടുംബത്തിന് എന്തുണ്ടാകുന്നത് എന്നുള്ളതല്ല, കഴിവുണ്ടെങ്കിൽ മാത്രമാണ് അംഗീകരിക്കുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അംഗവും കാണാം താളിയും ഒടിക്കാം അല്ലേ? ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യങ്ങൾ നേടുന്നതിനെയാണ് നമ്മൾ എന്താണ് അംഗവും കാണാം താളിയും ഒടിക്കാം. അതായത് അംഗം എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ഇത് ഒരു ഉദാഹരണം ഞാൻ പറയാം. അടുത്ത വീട്ടിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് അറിയണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? അവിടേക്ക് എങ്ങനെയാണ് പോവുക അല്ലേ? പ്രശ്നം നടക്കുന്നിടത്തിലേക്ക് എന്താണെന്ന് നേരിട്ട് അങ്ങ് പോയിക്കൂടാ. അപ്പോൾ നിങ്ങൾ നമുക്ക് അവിടെ താളിയുണ്ട്, അത് പറിക്കാൻ പോയാലോ എന്ന്, അത് ഒരു ഉദാഹരണമായിട്ട് ടീച്ചർ പറയുകയാണ് കേട്ടോ. അപ്പോൾ താളി പറിക്കാൻ വന്നതാ ഞങ്ങൾ എന്ന് പറയുകയും ചെയ്യുക. ആ സമയത്ത് അവിടെ എന്താണ് പ്രശ്നം എന്ന് അറിയുകയും ചെയ്യുക അല്ലേ? അപ്പോൾ അത് പ്രത്യക്ഷത്തിൽ അതാണ് ഉത്തരമെങ്കിലും എന്നാ മക്കളെ
ഒരു പ്രവൃത്തി കൊണ്ട് 2 അതിലധികമോ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ് നമ്മൾ അങ്ങനെ പറയാം. ഇനി ഇതാ അകത്ത് കത്തിയും പുറത്ത് പത്തിയും. അകത്ത് കത്തി അല്ലേ, അകത്ത് ഇങ്ങനെ വെട്ടി കീറാനുള്ള ആ ഒരു ദുഷ്ട മനസ്സാണ് ഉള്ളില്. ഇതാ കണ്ടോ, മുഖഭാവം കണ്ടോ. എന്നിട്ടോ പുറത്ത് നല്ല സ്നേഹത്തോടെ നിങ്ങൾ എപ്പോഴാലും വന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ എന്താ വരാത്തതെന്നൊക്കെ പറയില്ലേ. അകത്ത് ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നുള്ള രീതിയിലുള്ള ഒരു മനോഭാവം, ദുസ്വഭാവം കാണിക്കുന്നതാണ്. അപ്പൊ മനസ്സിൽ വെറുപ്പ്, പെരുമാറ്റത്തില് സ്നേഹപ്രകടനം. മനസ്സിൽ വെറുപ്പ്, പെരുമാറ്റത്തിലോ സ്നേഹപ്രകടനം അല്ലെ. മനസ്സിൽ വെറുപ്പും പെരുമാറ്റത്തില് സ്നേഹപ്രകടനവുമാണ് ഈ ഒരു ചൊല്ലിന്റെ ആശയം. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്നാൽ കേട്ടോ. ഇനിയിപ്പോ അടുത്ത ചോദ്യം. അരിമണിയൊന്നു കുറിക്കാനില്ല കരിവളയിട്ടു കിലുക്കാൻ മോഹം. അരിമണിയൊന്നു കുറിക്കാനില്ല കരിവളയിട്ടു കിലുക്കാൻ മോഹം അല്ലെ. ഭക്ഷണത്തിന് തീരെ വകയില്ലെങ്കിലും ആഡംബരമായിട്ട് ജീവിക്കാനുള്ള മനുഷ്യന്റെ അത്യാഗ്രഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്താണ്? അരിമണിയൊന്നു കുറിക്കാനില്ല കരിവളയിട്ട് കിലുക്കാൻ മോഹം. ഭക്ഷണത്തിനൊന്നും ഒരു വകയുണ്ടാവില്ല, പക്ഷെ ഭയങ്കര ആർഭാടായിട്ട് ആഡംബരമായിട്ട് ജീവിക്കാനായിരിക്കും ഇത്തരക്കാർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ അത്യാഗ്രഹത്തെ. ഇത് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന സിനിമയിൽ ഉള്ളതാണ്. നോക്ക്, നമ്മുടെ KPSC ലളിത ചേച്ചിയൊക്കെ അവർ മരിച്ചുപോയി. പിന്നെ ബിന്ദു പണിക്കർ, പിന്നെ എന്തായിരുന്നു ഊർവശിയുടെയും കൽപ്പന ചേച്ചിയുടെയും ഒക്കെ ആരാണ് അനിയത്തി അല്ലേ. ഉർവശി ചേച്ചിയുടെ ചേച്ചിയാണിത്, കൽപ്പന ചേച്ചിയുടെ അനിയത്തിയാണിത്. അപ്പോൾ ഇവർ മൂന്നാളും ഗംഭീരമായിട്ട് ചെയ്ത ഒരു ഇതായിരുന്നു അതിലെ നഗ്മ എന്ന് പറയുന്ന ഒരു നായിക കഥാപാത്രത്തെ അവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഇതൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് വാങ്ങിപ്പിച്ചും കടം വാങ്ങിപ്പിച്ചിട്ടൊക്കെ വാങ്ങിയതാണില്ലേ ഈ ആഭരണങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ സാധാരണ കഴിവിൽ കുറഞ്ഞ ആളുകളായിരിക്കും, പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് കാണിക്കുക, മേനി പറഞ്ഞു നടക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് അർത്ഥമാക്കുന്നത്. അരിമണിയൊന്നു കുറിക്കാനില്ല കരിവളയിട്ട് കിലുക്കാൻ മോഹം. അരിമണിയൊന്നു കുറിക്കാനില്ല കരിവളയിട്ട് കിലുക്കാൻ മോഹം എന്നാണ്. പിന്നെ എന്താ? അകപ്പെട്ടാൽ പന്നി ചുരക്ക തിന്നും. പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് ടീച്ചർക്ക് തോന്നുന്നതാണ് കേട്ടോ. അകപ്പെട്ടു പോയാൽ, നമ്മൾ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയില്ലേ, അതിൻ്റെയൊക്കെ വേറെ ഒന്ന് തന്നെയാണിത്. നിവർത്തിയില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്വാഗതം ചെയ്യേണ്ടി വരും, അതായത് ഇഷ്ടപ്പെടേണ്ടി വരും. പന്നിക്ക് ചുരക്കാന്ന് പറയുന്നത് പന്നിക്ക് തിന്നാൻ ഇഷ്ടമുള്ളതൊന്നല്ല അല്ലേ. പക്ഷെ ഒരു ഗതിയില്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പന്നി ചുരക്ക തിന്നേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ ഇനിയും വരാം. നിങ്ങൾക്കറിയാവുന്ന ഇതുപോലുള്ള ഏറ്റവും മികച്ച ഒരു പഴഞ്ചൊല്ല് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറേ പഴഞ്ചൊല്ല് ആർക്ക് കിട്ടും? ഈ നമ്മളെ വീഡിയോ കാണുന്ന മക്കൾക്ക് എല്ലാവർക്കും കിട്ടും. പരീക്ഷയിൽ എന്ത് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആക്കിയെടുക്കുക. ഒന്ന് വെറുതെ ഒരു 2-3 വായന വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മക്കളെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.